Hi all, welcome back to another session of Learn Through Questions by Grad Mentor. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് ഏതാണെന്നറിയല്ലോ, സോഷ്യോളജി ആണ്. അപ്പോൾ സോഷ്യോളജിയിൽ കഴിഞ്ഞ ഇയർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? ദ ടേംസ് മാട്രിലീനിയൽ ആൻഡ് പാട്രിലീനിയൽ ആർ അസോസിയേറ്റഡ് വിത്ത്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഫാമിലി ആൻഡ് കിൻഷിപ്പ് അറിയാവുന്ന കൂട്ടുകാർക്കെല്ലാം എന്തായാലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എന്താണ് ഇത്? ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. പക്ഷെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ ഓപ്ഷൻസും കൂടി ഡിസ്കസ് ചെയ്ത് പോകും. ഓപ്ഷൻസ് നോക്കിയാലോ, എന്തൊക്കെയാണ്? റെസിഡൻസ് ഓഫ് ഫാമിലി, ലൈൻ ഓഫ് ഡിസെൻറ്റ്, നേച്ചർ ഓഫ് മാരേജ് ആൻഡ് റൂൾസ്, സ്ട്രക്ചർ ഓഫ് ഫാമിലി. ഈ 4 എണ്ണത്തിൽ ഏതാണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ, നമുക്ക് ഓരോ ഓപ്ഷൻസും പഠിക്കാം, എന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് നോക്കാം ആൻസർ എന്താണ്. അപ്പോൾ ഓപ്ഷൻസ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടും. അപ്പം ഇത് ഈ ടോപ്പിക്ക് സിലബസിൽ എവിടെയാണെന്നുള്ളതെന്നും കൂടി നമ്മൾ അറിയണം. അപ്പം അതും കൂടി നോക്കിയിട്ട് വരാം. അപ്പം സിലബസിൽ എവിടെയാണെന്ന് നോക്കിയാലോ, യൂണിറ്റ് 2 സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കണ്ടിന്യൂറ്റി ആൻഡ് ചേഞ്ചില് ഫാമിലി ആൻഡ് കിൻഷിപ്പ്, ഇവിടുന്നാണ് നമ്മൾ മുൻപേ കണ്ട ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകാം. ആദ്യം തന്നെ നമ്മുടെ സിലബസിൽ എന്താണ്? ഫാമിലി ആൻഡ് കിൻഷിപ്പ്. അപ്പൊ ഫാമിലി എന്തെന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഫാമിലി എല്ലാ കൂട്ടുകാർക്കും അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. സോഷ്യോളജിയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഫാമിലി. അപ്പോൾ ഫാമിലിയിൽ നിന്ന് ഇനിയും നമുക്ക് ക്വസ്റ്റ്യൻസ് എന്തായാലും പ്രതീക്ഷിക്കാം. നിങ്ങൾ പഠിക്കുമ്പം കൂടുതൽ ഫാമിലിയെ കുറിച്ച് അറിഞ്ഞിരിക്കുക കേട്ടോ. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ് ഫാമിലി? ഫാമിലി ഈസ് എ കീ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഓൾ സൊസൈറ്റീസ് വിച്ച് മേക്ക് ഇറ്റ് എ കൾച്ചറൽ യൂണിവേഴ്സൽ. അല്ലേ? ഇതിൽ നിന്ന് എന്താ പറഞ്ഞേക്കുന്നത്? ഇതൊരു കീ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. അതെ, എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അല്ലേ? സോഷ്യോളജി പഠിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഫാമിലി എന്ന് പറയുന്ന ഒരു കീ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാ സൊസൈറ്റികളിലും കാണപ്പെടും. ശരിയല്ലേ? എല്ലാ സൊസൈറ്റികളിലും കാണപ്പെടുന്നതായിട്ടുള്ളൊരു ഇതാണ്. പണ്ട് തൊട്ടുള്ള സൊസൈറ്റീസ് എടുത്തു നോക്കൂ, അല്ലെങ്കിൽ ഇപ്പോഴുള്ള സൊസൈറ്റികളിൽ ഇന്ത്യൻ സൊസൈറ്റി എടുത്താലും ഇനി അത് യൂറോപ്പ് ആണെങ്കിലും ഏത് സൊസൈറ്റി എടുത്താലും ഫാമിലിയെ നമുക്കതിൽ കാണാൻ പറ്റും. പിന്നെന്താ? വിച്ച് മേക്ക് ഇറ്റ്സ് എ കൾച്ചറൽ യൂണിവേഴ്സൽ. യൂണിവേഴ്സലി കാണുന്ന, പണ്ട് തൊട്ടേ കണ്ടുവരുന്ന ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫാമിലി. ഇനി ഫാമിലിയുടെ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഫാമിലി ഈസ് ദി ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ് അല്ലെങ്കിൽ പ്രൈമറി യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഫാമിലി. ഫാമിലിയാണ് സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റ്. ഇനി നോക്കൂ, ഈ മീനിങ് അല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ കാണാതെ പഠിക്കൊന്നും വേണ്ട. ഇത് നമ്മൾ ജനറലി ഫാമിലിക്ക് പറയുന്ന ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ മീനിങ് ആണ്. പക്ഷെ ഈ മീനിങ് ഈ കണ്ടംപററി സൊസൈറ്റിയിൽ മാറി മറിയുന്നുണ്ട്. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഇതിൽ പറഞ്ഞേക്കുന്നത്? ഫാമിലി ഈസ് എ സ്മോൾ സോഷ്യൽ ഗ്രൂപ്പ്. അപ്പൊ ഫാമിലി എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും ആണ്, ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. എന്താണ്? ഒരു ചെറിയ സോഷ്യൽ ഗ്രൂപ്പ്. അതുകൊണ്ടായിരിക്കുമല്ലോ നമ്മളിത് ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത്. ഓഫ് ആരൊക്കെയാണ് ഉണ്ടാവുക? പേരൻസ് ആൻഡ് ചിൽഡ്രൻ റിലേറ്റഡ് ബൈ ബ്ലഡ്, മാരേജ് ഓർ അഡോപ്ഷൻ. എന്താണ് ഫാമിലി എന്ന് പറയുമ്പോൾ? എന്താണ്? ഒരു ചെറിയ ഗ്രൂപ്പ്. അവിടെ ആരൊക്കെയുള്ളത്? പേരൻസും ചിൽഡ്രനും. അവരെങ്ങനെയൊക്കെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ബ്ലഡ്, മാരേജ് അല്ലെങ്കിൽ അഡോപ്ഷൻ. ഈ 3 കാര്യങ്ങൾ കൊണ്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന കുട്ടികളും പേരൻസും അവരൊരുമിച്ച് കൂടുന്ന ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് എന്ത്? ഫാമിലി. ഇനി എനിക്ക് ഫാമിലിയെ കുറിച്ച് എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഫാമിലിയുടെ ഡെഫിനേഷൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പം ഫാമിലിയിൽ എന്താ പറയുക, പണ്ട് എന്ന് വെച്ചാൽ സോഷ്യോളജിയുടെ ആ ഒരു പഠനം തുടങ്ങിക്കഴിഞ്ഞു വരുന്ന സമയത്ത് ജോർജ് പീറ്റർ മുർഡോക്ക് എന്ന് പറയുന്ന ഒരു സോഷ്യോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഫങ്ഷണലിസ്റ്റ്, അദ്ദേഹം ഫാമിലിയെ ഡിഫൈൻ ചെയ്തേക്കുന്നത് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഇപ്പോൾ കണ്ടംപററി ആയിട്ട് എന്തൊക്കെ മാറ്റം വന്നു എന്നുള്ളതും കൂടി പറഞ്ഞുതരാം. എന്താണ് ജോർജ് പീറ്റർ മുർഡോക്ക് പറഞ്ഞത്? ജോർജ് പീറ്റർ മുർഡോക്ക് പറഞ്ഞത് ഫാമിലി എന്നത് ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. എന്താണ്? ഒരു സോഷ്യൽ ഗ്രൂപ്പാണ്. അവിടെ 3 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. എന്താണ്? ഒരു കോമൺ റെസിഡൻസ് ഉണ്ടാകണം, എക്കണോമിക് കോപ്പറേഷൻ ഉണ്ടാകണം, പിന്നെ എന്താണുള്ളത്? റിപ്രൊഡക്ഷൻ. ഈ 3 കാര്യങ്ങൾ, കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ, റിപ്രൊഡക്ഷൻ, ഇവ 3ഉം ഒരു സോഷ്യൽ ഗ്രൂപ്പിൽ നടക്കുകയാണെങ്കിൽ അതിനെ എന്തെന്ന് പറയാം? ഫാമിലി. അതിനെ എന്തെന്ന് പറയാം?
ഫാമിലി എന്ന് പറയാം. പക്ഷേ ഇപ്പൊ ഈ കണ്ടംപററി സൊസൈറ്റിയിലോട്ട് വരുമ്പോഴത്തേക്കും ഫാമിലിയുടെ ഡെഫിനിഷൻ മാറുക അല്ലേ. എന്താണ് ഇപ്പൊ നമുക്ക് LGBTQ+, അല്ലെങ്കിൽ എന്താണ് ക്യൂർ പീപ്പിൾസ് ഒക്കെ ഭയങ്കരമായിട്ട് അല്ലെ, അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ നമ്മളിപ്പം ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഈ റിപ്രൊഡക്ഷൻ ഒന്നും വരില്ല. ഇപ്പോൾ ഉള്ള വാല്യൂസ് ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റ് അല്ലെ ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വളരെയധികം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. എന്താണ് മാറ്റം? ഇപ്പോൾ കൂടുതൽ ഫാമിലി എന്ന് ആലോചിക്കുമ്പോൾ കമ്പാനിയൻഷിപ്പ് ഇങ്ങനെയുള്ള വാല്യൂസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പം ഈ ഫാമിലിയുടെ ഡെഫിനേഷൻ അറിഞ്ഞിരിക്കുക. ഇപ്പം മുർഡോക്ക് പറഞ്ഞ പറഞ്ഞാൽ നമുക്ക് എവിടെ വേണേലും യൂസ് ചെയ്യാം. ചിലപ്പം ചോദിക്കാം എന്താണ്, ആരാണ് ഒരു സ്മോൾ ഗ്രൂപ്പ്, അതിൽ കോമൺ റെസിഡൻസ്, എക്കണോമിക് കോപ്പറേഷൻ, റിപ്രൊഡക്ഷൻ എന്നിവ പറഞ്ഞതെന്ന് പറഞ്ഞാൽ മുർഡോക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള സോഷ്യോളജിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു ഫംഗ്ഷനിസ്റ്റ് ആയതുകൊണ്ട് ചോദ്യം ചിലപ്പം ചോദിക്കാം. പക്ഷേ ഈ ഡെഫിനിഷൻ എപ്പോഴും മാറി മറിയും എന്നുള്ളത് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഫങ്ഷൻസ് വളരെ വേഗമായിട്ട് നമുക്കൊന്ന് പറഞ്ഞു പോവാം. എന്താണ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്? ഒന്ന് സോഷ്യലൈസേഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞു ജനിക്കുമ്പം ആദ്യമേ അത് ആരുമായിട്ടാണ് കോണ്ടാക്ട് ഉള്ളത്? ഫാമിലിയിലെ മെമ്പേഴ്സുമായിട്ടായിരിക്കും. അപ്പം അങ്ങനെയായിരിക്കും സോഷ്യലൈസേഷൻ, കുഞ്ഞിൻ്റെ സോഷ്യലൈസേഷൻ. ഓക്കെ, ഫാമിലി അതിന് വളരെയധികം ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെന്താണ് ഫാമിലിയുടെ വേറൊരു റോൾ? രണ്ടാമത്തെ എന്താണ്? റിപ്രൊഡക്ഷൻ അല്ലെ സെക്ഷൽ ഗ്രാറ്റിഫിക്കേഷൻ. സോഷ്യലി അക്സെപ്റ്റബിൾ ആണല്ലോ ഫാമിലി. അപ്പോൾ തന്നെ എന്താണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ അടുത്ത ജനറേഷൻ അത് വഴിതെളിക്കും. പിന്നെന്താണ്? കൾച്ചർ അല്ലെ റിലീജിയൻ ട്രാൻസ്മിഷൻ അല്ലെ. നമ്മൾ ഒരു കുടുംബത്തിൽ ജനിക്കുമ്പം നമ്മുടെ കാസ്റ്റ്, റിലീജിയൻ ഇതെല്ലാം എഴുതിപ്പെട്ടു കഴിഞ്ഞു അല്ലേ. അപ്പോൾ അതിൻ്റെ ട്രാൻസ്മിഷൻ കൂടിയാണ്, ആ ഒരു കൾച്ചറൽ ട്രാൻസ്മിഷനും കൂടിയാണ് നമ്മൾ ഇവിടെ കാണാം. പിന്നെന്താണ്? എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെ. ഫാമിലി ആകുമ്പം പാർട്ട്നേഴ്സ് ഉണ്ടാവും, രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടാവും, അങ്ങനെയുള്ള എക്കണോമിക് സ്റ്റെബിലിറ്റി ഉണ്ടാവും. അങ്ങനെ ഇതൊക്കെയാണ് കുറച്ചധികം എന്താ പറയുക ഫാമിലിയുടെ ഫങ്ഷൻസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷെ ഓരോ സോഷ്യോളജിസ്റ്റുകളും ഇഷ്ടംപോലെ ഫങ്ഷൻസ് പറയുന്നുണ്ട്. നമ്മൾ ഇതൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഇത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ആൻസർ ഏതാണെന്നുള്ളത്. അപ്പം ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് പോവാം. ആദ്യമേ എന്താണ് ടൈപ്പ് ഓഫ് ഫാമിലി ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻസ്? നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫാമിലി ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻസ് ആണ്. ഓക്കെ, റെസിഡൻസ് വഴി 4 പറയുന്നുണ്ട്. നമ്മൾ എവിടെ താമസിക്കുന്നു എന്നുള്ളതനുസരിച്ച് ഫാമിലിയെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ എന്താണ്? പാട്രിലോക്കൽ ഫാമിലി. എന്താണ് പാട്രിലോക്കൽ ഫാമിലി? ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് മെയിലിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനാണ്. ഇപ്പം ഭാര്യയും ഭർത്താവും ആയി കഴിഞ്ഞിട്ട് ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നതിനാണ് എന്താണ്? പാട്രിലോക്കൽ ഫാമിലി എന്ന് പറയാം. അപ്പം മാട്രിലോക്കൽ എന്തായിരിക്കും? ഈസി ആയിരിക്കും. കല്യാണം കഴിയുന്നു, പെണ്ണിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. പിന്നുള്ള താമസം എന്ന് പറയുന്നത് പെൺവീട്ടിലായിരിക്കും അല്ലെ വൈഫിന്റെ വീട്ടിലായിരിക്കും. മനസ്സിലായോ? അപ്പൊ പാട്രിലോക്കലും ഉണ്ട്, മാട്രിലോക്കലും ഉണ്ട്. ഇനി 2 കൂടി ഉണ്ട്, നോക്കാം. എന്താണ് അടുത്ത 2? ബൈലോക്കലും നിയോലോക്കലും. ബൈലോക്കൽ എന്താ? ഇതെന്താന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും കൂടി ഡിസൈഡ് ചെയ്യുന്നു ആരുടെ വീട്ടിൽ താമസിക്കണമെന്ന്. ഭാര്യയുടെ വീട്ടിൽ താമസിക്കണോ, ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കണോ? ഗ്രൂമും അല്ലെങ്കിൽ ബ്രൈഡും പിക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അത്രയും അറിഞ്ഞിരുന്നാൽ മതി. അപ്പം പാട്രിലോക്കൽ പറഞ്ഞു, മാട്രിലോക്കൽ പറഞ്ഞു, ബൈലോക്കൽ പറഞ്ഞു. ഇനി എന്താണ് നിയോലോക്കൽ എന്ന് അറിയണ്ടേ? എന്താണ് നിയോലോക്കൽ? നിയോലോക്കൽ ആണ് ഇപ്പം നമ്മൾ കണ്ടംപററി സൊസൈറ്റിയിൽ കണ്ടുവരുന്നത്. എന്ന് വെച്ചാൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ആ 2 പാർട്ട്നേഴ്സ് മാറി നിൽക്കുന്നു. എന്താണ് നിയോലോക്കൽ? വെൻ ദ കപ്പിൾ ആഫ്റ്റർ മാരേജ് മൂവ്സ് ടു സെറ്റിൽ ഇൻ എ ഇൻഡിപെൻഡന്റ് റെസിഡന്റ് വിച്ച് ഈസ് നെയ്തർ അറ്റാച്ച്ഡ് ടു ദ ബ്രൈഡ് ഫാമിലി of origin nor bridegroom's family of origin is called neolocal. ഇപ്പം മൈഗ്രേഷൻ ഒക്കെ ഒത്തിരി നടക്കുന്നില്ലേ, കാണുന്നില്ലേ? എന്ന് വെച്ചാൽ ഒരു പാർട്ട്ണർ ചിലപ്പം വെളിയിലായിരിക്കും, അപ്പോൾ മറ്റേ ആളെ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് വന്ന് അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് താമസിക്കുന്നത്. അതൊരു എക്സാമ്പിൾ. അല്ലാതെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലും കാണുന്നില്ലേ? ഇപ്പൊ സർക്കാർ ജോലി കിട്ടുന്നു, അല്ലെങ്കിൽ ജോലി കിട്ടി പോകുന്നു, ഭാര്യ അവിടെ പോയി നിൽക്കുന്നു. അത് അപ്പുറത്തും ഇപ്പുറത്തും എന്ന് വെച്ചാൽ പാർട്ട്നേഴ്സ് 2 പേരും തമ്മിൽ ഡിസൈഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ 2 പേരുടെയും വീട്ടിൽ താമസിക്കുന്നില്ല, അവർ മാറി സെറ്റിൽ ചെയ്ത് താമസിക്കുന്നു. നമ്മൾ കോമൺലി കുറേ വർഷങ്ങളായിട്ട് കണ്ടുവരുന്നതാണ് നിയോലോക്കൽ ഫാമിലീസ്. അപ്പം റെസിഡൻസ് വെച്ചിട്ടുള്ള 4 പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ നോക്കാം. അടുത്തത് കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാവുന്ന ക്ലാസിഫിക്കേഷൻ ആണ്. എന്താണ്? ഓൺ ദ ബേസിസ് ഓഫ് സൈസ് ആൻഡ് സ്ട്രക്ചർ. ആൾക്കാരുടെ എണ്ണം വെച്ചിട്ട് എല്ലാവർക്കും അറിയാമല്ലോ, കുഞ്ഞുനാളിൽ തൊട്ട് പഠിച്ചു വരുന്നതാണ്. ന്യൂക്ലിയർ ഫാമിലിയും
ജോയിന്റ് ഫാമിലിയും. എന്താണ് ന്യൂക്ലിയർ ഫാമിലി? ഇതാ നോക്കൂ, ന്യൂക്ലിയർ ഫാമിലി ഈസ് എ സ്മോൾ ഗ്രൂപ്പ് കൺസിസ്റ്റ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് എ വൈഫ്, ചിൽഡ്രൻ, നാച്ചുറൽ ഓർ അഡോപ്റ്റഡ്. അമ്മ, അച്ഛൻ, മക്കൾ. ഇതാണ് ന്യൂക്ലിയർ ഫാമിലി. ഇതാണ് മെയിൻലി നമ്മൾ പറയുന്ന ന്യൂക്ലിയർ ഫാമിലി. അറിയാലോ, ഇപ്പം നമ്മൾ മുൻപേ പറഞ്ഞതുപോലെ തന്നെ നിയോ ലോക്കൽ ആവുമ്പോഴത്തേക്കും ഈ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പ് തന്നെയാണ് അതിനകത്ത് കാണപ്പെടുന്നത്. അപ്പം നമ്മൾ റിലേറ്റ് ചെയ്ത് പഠിക്കുക. എന്താണ് ഓട്ടോണോമസ് യൂണിറ്റ്? ഒത്തിരി ആൾക്കാരുടെ ഇടപെടലൊന്നും ഉണ്ടാവില്ല, അവരുടെ ഒരു പ്രൈവസിയിൽ അവർ ജീവിച്ചു പോകുന്നു. അതാണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 ജനറേഷൻ. ആരാണ്? അമ്മ, അച്ഛൻ, മക്കൾ. Okay. In modern society, the nuclear family is the most common type of family. ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഇതാണ് ന്യൂക്ലിയർ ഫാമിലി. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ അമ്മ, അച്ഛൻ, ഞാൻ, അങ്ങനെ. ഓക്കെ, ന്യൂക്ലിയർ ഫാമിലി. അത് നിങ്ങൾക്കും റിലേറ്റ് ചെയ്യാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ജോയിന്റ് ഫാമിലി എങ്ങനെയാണ്? ജോയിന്റ് ഫാമിലി എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. അതിലൊരു 3 ജനറേഷൻ ഉണ്ടാവും. ചിലപ്പോൾ എൻ്റെ അമ്മൂമ്മ, അപ്പൂപ്പൻ അങ്ങനെ ഉണ്ടാവും. ചിലപ്പം അവരുടെ കസിൻസ്. അങ്ങനെ ജോയിന്റ് ഫാമിലിയാണ് എക്സ്റ്റെൻഡഡ് ജോയിന്റ് ഫാമിലി എന്ന് പറയുന്ന കൺസെപ്റ്റും ഉണ്ട്. ജോയിന്റ് ഫാമിലി എന്താണ്? കൺസിസ്റ്റ് ഓഫ് 3 ജനറേഷൻസ് ലിവിങ് ടുഗദർ അണ്ടർ ദ സെയിം റൂഫ്, ഷെയറിംഗ് ദ സെയിം കിച്ചൺ ആൻഡ് പേഴ്സ്. പേഴ്സ് എന്ന് പറയുന്നതൊന്നുമില്ല, എക്കണോമിക് എക്സ്പെൻസസ് ഒക്കെ ഷെയർ ചെയ്ത് ഒരുമിച്ച് ഒരിടത്തന്നൊക്കെ കുക്ക് ചെയ്ത്, അതങ്ങനെ നമ്മൾ എഴുതിയെന്നതേ ഉള്ളൂ. ഒരിടത്ത് കുക്ക് ചെയ്യുന്നല്ല, എല്ലാവരോടും ജോയിന്റ് ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നു. സന്തോഷം ഇല്ലാതെയും ജീവിക്കാം, അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഇപ്പം ജോയിന്റ് ഫാമിലി മനസ്സിലായാലും നമ്മൾ സിനിമകളിലൊക്കെ ജോയിന്റ് ഫാമിലീസ് കാണാറുണ്ട് അല്ലേ, മലയാളം സിനിമകളിൽ. ഇപ്പം ന്യൂക്ലിയർ ഫാമിലി മനസ്സിലായല്ലോ, ജോയിന്റ് ഫാമിലി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് മാരേജ് ആണ്. കല്യാണം കഴിക്കുന്ന വഴി ഉണ്ടായി വരുന്ന ഫാമിലീസ്. അത് തന്നെയാണ് മുൻപേ പറഞ്ഞതും. പക്ഷേ കല്യാണത്തിൻ്റെ പാർട്ട്നേഴ്സിൽ വ്യത്യാസം ഉണ്ടാവും. ആ ഒരു അംഗസംഖ്യയ്ക്ക് അതിപ്പം പറയുമ്പം കൂട്ടുകാർക്ക് മനസ്സിലാവും. 2 തരം ആണ് അതിലുള്ളത്, പോളിഗമസ് ഫാമിലീസും മോണോഗമസ് ഫാമിലീസും. അപ്പം നമുക്ക് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിലും ഇന്ത്യൻ സൊസൈറ്റിയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് മോണോഗമസ് ഫാമിലീസ് ആണ്. എന്താണ് മോണോഗമസ് ഫാമിലീസ്? ആർ ദോസ് ഫാമിലീസ് ഇൻ വിച്ച് ദ മാരേജ് ഈസ് ലിമിറ്റഡ് ടു 1 സ്പൗസ്. എന്ന് വെച്ചാൽ എന്താ? ഭാര്യ, ഭർത്താവ്, 2 പേര് കല്യാണം കഴിയുന്നു, അവർ ജീവിക്കുന്നു. അതാണ് മോണോഗമസ്. മനസ്സിലായോ? ഇനി അപ്പോൾ പോളിഗമസ് എന്തായിരിക്കും? അപ്പോൾ അവിടെ ഇവിടെ കുറച്ച് നമ്പർ മാറും. നോക്കാം, എന്താണ് പോളിഗമസ് ഫാമിലീസ്? പോളിഗമസ് ഫാമിലീസ് മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് ഫാമിലീസ് ഇൻ വിച്ച് either spouse is allowed to have more than 1 spouse simultaneously. മനസ്സിലായോ? ഒരേ സമയം ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സ്. ആ ഒരു കൺസെപ്റ്റാണ് പോളിഗമസ് മാരേജസ്. ഇതിൽ തന്നെ 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്, പോളിഗൈനിയും പോളിയാൻഡ്രിയും. എന്താണ് പോളിഗൈനി ആൻഡ് പോളിയാൻഡ്രി? പോളിഗൈനി എന്ന് പറഞ്ഞാൽ where one man is married to several women. ഒരു ആണ് അല്ലെങ്കിൽ ഒരു മെയില് ഒന്നിൽ കൂടുതൽ പാർട്ട്നേഴ്സിനെ, വിമൻ പാർട്ട്നേഴ്സിന് അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട്നേഴ്സ് ഉണ്ടാവും. അല്ലെ സ്പൗസ് ആയിട്ട് വൈഫ് എന്ന് പറയുന്നത് ഒന്നിൽ കൂടുതൽ ആൾക്കാർ ഉണ്ടാവും. മനസ്സിലായോ? അതാണ് പോളിഗൈനി. പോളിഗൈനിയാണ് ഏറ്റവും കോമൺ. എന്താണ് പോളിയാൻഡ്രി? നേരെ തിരിച്ച്, ഒരു വിമൻ മാരീഡ് ടു സെവറൽ മെൻ. പാഞ്ചാലി ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാം. അതാണ് പോളിയാൻഡ്രി. പോളിയാൻഡ്രി ഏതാണ്? പോളിഗൈനിയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന സാധനം. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് മോർ ദാൻ വൺ വൈഫ് ഉണ്ടാവും. അറ്റ് എ ടൈം മോർ ദാൻ 1 വൈഫ് ഉണ്ടാവും. കേരളത്തിലും അങ്ങനെയുള്ളവരുണ്ട്. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ പോളിഗമസും മോണോഗമസും. പോളിഗമസിൽ പോളിഗൈനിയും പോളിയാൻഡ്രിയും മറക്കരുത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കാം. അടുത്തതാണ് ഓൺ ദ ബേസിസ് ഓഫ് ഡിസെന്റ്. നമ്മളെവിടെയോ കണ്ടിട്ടുണ്ടല്ലേ, മുൻപ് എവിടെയോ കണ്ടിട്ടുള്ളതാണ്. നോക്കാം, എന്താണ് പാട്രിലീനിയലും മാട്രിലീനിയലും. അപ്പൊ എല്ലാവർക്കും ഇപ്പൊ മനസ്സിലായല്ലോ അല്ലെ? മാട്രി എന്ന് പറഞ്ഞാൽ ഇത് മദർ, ഇത് ഫാദർ. അത് ഓർക്കുക കേട്ടോ, മദറും ഫാദറും ആണ് പാട്രിലീനിയലും മാട്രിലീനിയലും. അപ്പൊ പാട്രിലീനിയൽ എന്താണ്? നോക്കൂ, ദ ഫാമിലി ഇൻ വിച്ച് ഡിസെന്റ് ഓർ ആൻസെസ്ട്രി ഇസ് ഡിറ്റർമൈൻഡ് ത്രൂ ദ ഫാദർ ലൈൻ ആൻഡ് കണ്ടിന്യൂസ് ത്രൂ ദി ഫാദർ. ഇറ്റ് ഈസ് നോൺ ആസ് ദ പാട്രിലീനിയൽ ഫാമിലി. മനസ്സിലായോ? എന്താണ് ഡിസെന്റ്? നമ്മൾ പറയില്ലേ പാരമ്പര്യം അല്ലെങ്കിൽ സ്വത്ത് കൈമാറ്റം. ഈ പാട്രിലീനിയൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ അപ്പൂപ്പൻ ഉണ്ടെങ്കിൽ അച്ഛൻ എന്താണ് മകന്,
എന്നുള്ള സിസ്റ്റം എന്താണ്? ഈ കുടുംബ പേരൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്ന കണ്ടിട്ടില്ലേ? അതാണ് സംഭവം. പാട്രിലീനിയൽ, അതാണ് ലീനിയൽ. ഈ വര ഇങ്ങനെ പോകുന്ന ആ ഒരു ലൈനാണ് എന്താണ്? അപ്പൂപ്പൻ, അച്ഛൻ, മകൻ, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദർ, ഫാദർ, സൺ. അതാണ് ആ ഒരു പാട്രിലീനിയൽ എന്ന് പറയുന്നത്. എന്താണ്? പ്രോപ്പർട്ടി ആൻഡ് ഫാമിലി നെയിം, അതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ സാധനം തന്നെ, ആർ ഓൾസോ ഇൻഹെറിറ്റഡ് ത്രൂ ദി ഫാദർ ലൈൻ. അച്ഛൻ വഴിയായിരിക്കും വരിക. നമ്മൾ അറിയപ്പെടുന്നതും കുടുംബപ്പേരും അങ്ങനെയെല്ലാം ഈ പാട്രിലീനിയലിൽ അച്ഛനായിരിക്കും. മാട്രിലീനിയൽ എന്താണ്? നേരെ തിരിയുന്നു, അമ്മ. Family in which descent is determined through the mother line or continues through the mother is known as matrilineal family. അപ്പോൾ അമ്മ, അമ്മ, മകൾ, അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ, മദർ, ഡോട്ടർ, ഇങ്ങനെ പോകും. അവിടെ എന്ത് തന്നെയാണ്? സ്വത്തും ഫാമിലി നെയിമും എല്ലാം അമ്മ വഴി വരും. കേരളത്തിലൊക്കെ അത് കണ്ടുവന്നിട്ടുണ്ട്. നോക്കൂ, പ്രോപ്പർട്ടി ആൻഡ് ഫാമിലി നെയിം are also inherited through the mother line. നോക്കൂ, this right transfer from mother to daughter, this type of family can be found in tribal communities. കാരോസിലും പിന്നെ ഖാസിയിലും അങ്ങനെയുള്ള ട്രൈബൽ ഗ്രൂപ്പുകളിലും ഇത് കണ്ടിട്ടുണ്ട്, അല്ല കണ്ടുവരുന്നുണ്ട്. ഇപ്പോഴും അവർ ഫോളോ ചെയ്യുന്ന ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഡിസെൻറ്റ്. അപ്പം നമ്മുടെ ഉത്തരം നമുക്ക് കിട്ടി. ഇനി നമ്മളത് പോയി ഒന്നും കൂടി റിവൈസ് ചെയ്താൽ മതി. ഇനി ഇപ്പം ഞാൻ 4 ക്ലാസിഫിക്കേഷൻ പറഞ്ഞില്ലേ, ഇനി ഇമ്പോർട്ടൻ്റ് ആയ ഒന്നും കൂടി ഉണ്ട്. ഒതോറിറ്റി വഴി 2 തരം ഫാമിലീസ് കണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ടേംസ് ആണ്, സോഷ്യോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പാട്രിയാർക്കിയൽ ഫാമിലിയും മാട്രിയാർക്കിയൽ അല്ലേ? നമ്മൾ വീട്ടിലൊക്കെ ചേട്ടന്മാരൊക്കെ ഉണ്ടെങ്കിൽ പറയും, അല്ലെങ്കിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ പറയും വളരെ പാട്രിയാർക്കിയൽ ഫാമിലീസ് ആണ്, വളരെ പാട്രിയാർക്കിയാണ് അവിടെ കണ്ടുവരുന്നത്. ഇപ്പോൾ ഉള്ള നമ്മൾ സീരീസോ ഇതെല്ലാം നോക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് പാട്രിയാർക്കി. സോഷ്യോളജി സ്റ്റുഡൻസ് അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്താണ് പാട്രിയാർക്കി? പവർ എന്ന് പറയുന്നത് മെയിൽ ഡോമിനേറ്റഡ് ആയിരിക്കും. ആരുടെ കയ്യിലായിരിക്കും അധികാരം? ഇപ്പൊ വീട്ടില് അച്ഛനമ്മ മക്കളാണെങ്കിൽ അച്ഛനാണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ അതാണ് പാട്രിയാർക്കി. അപ്പൊ ഇനി എന്തായിരിക്കും മാട്രിയാർക്കി? അമ്മ തീരുമാനിക്കും കാര്യങ്ങൾ, അല്ലെ? ഇപ്പൊ അപ്പൂപ്പനും അമ്മൂമ്മ ഉണ്ടെങ്കിൽ അമ്മൂമ്മയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക. പവർ ഡോമിനൻസ് എന്ന് പറയുന്നത് ഫീമെയിൽ ഓറിയന്റഡ് ആയിരിക്കും. ഇപ്പൊ ഞാൻ മെയിൽ ഓറിയന്റഡ് എന്ന് പറഞ്ഞേനെ, മെയിലല്ല കേട്ടോ. മെയില് പാട്രിയാർക്കി, ഫീമെയില് മാട്രിയാർക്കി. അപ്പൊ ഇതും കൂടി അറിഞ്ഞിരിക്കാം. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് ഒന്നും കൂടി പോയി നോക്കാം. എന്താണ് ആ ക്വസ്റ്റ്യൻ ഒന്ന് നമുക്ക് പോയി നോക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ എത്തി. മാട്രിലീനിയൽ ആൻഡ് പാട്രിലീനിയൽ ആർ അസോസിയേറ്റഡ് വിത്ത് റെസിഡൻസ് ആണോ? അല്ല. നമ്മൾ പറഞ്ഞു അല്ലേ 4 തരം. എന്തൊക്കെയായിരുന്നു? ഓർമ്മയുണ്ടോ കൂട്ടുകാർക്ക്? പാട്രിലോക്കൽ, മാട്രിലോക്കൽ, ബൈലോക്കൽ, നിയോലോക്കൽ. ലൈൻ ഓഫ് ഡിസെൻഡ്, ഇതാണ് നമ്മുടെ ഉത്തരം. പാട്രിലീനിയൽ, മാട്രിലീനിയൽ. ഇനി നേച്ചർ ഓഫ് മാരേജും സ്ട്രക്ചർ ഓഫ് ഫാമിലി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സോഷ്യോളജി പഠിക്കുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും പറയാം. വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പം ഇനി നമ്മൾ കാണുന്നവരേക്കും ബൈ ഫ്രം അർച്ചന.